അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവ്യബലിയിൽ പരേതരായ ജോസഫ് വി ഗോമസ്, ജോസഫിൻ ജെ മസ്ക്രീൻ, ആഗ്നസ് ഗോമസ് എന്നിവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. കാൽവരി മലയിലെ ഈ ബലി നാം ഈ അൾത്താരയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നല്ലവനായ ദൈവം ഈ പരേതരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിച്ചുകൊണ്ട് നിത്യവും ദൈവത്തിൻ്റെ മുഖം ദർശിക്കാനുള്ള കൃപയും ഇവർക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി അർപ്പിക്കുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളും ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ യോഹന്നാൻ സിംഹാസനസ്ഥൻ്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്?
എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്ത് കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനിത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടത്തെ പാടി പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരമീട്ടിയും അവർ അവിടത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അങ്ങ് ഞങ്ങളെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജെറുസലേമിന് അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം പിടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. പിന്നെ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജെറൂസലേമിനെ പ്രതി യേശു വിലപിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്.
എന്തുകൊണ്ട് ഈശോ ജെറുസലേമിനെ നോക്കി വിലപിക്കുക? കാരണം പലതുണ്ട്. അവർ യേശുവിനെ ശ്രവിച്ചിരുന്നില്ല. അവർ അവന് വേണ്ടി ഹൃദയം തുറന്നില്ല. അവരുടെ സന്തോഷവും രക്ഷയും അവൻ ആഗ്രഹിച്ചുവെങ്കിലും അവർ അതിൽ നിന്നും മാറി നടക്കുകയായിരുന്നു. അവരുടെ അഹങ്കാരവും അവിശ്വാസവും കാരണം ദൈവത്തിൻ്റെ വചനം അവർ മനസ്സിലാക്കിയുമിരുന്നില്ല. ഈ ഒരു ദുരവസ്ഥയെ കണ്ടുകൊണ്ടാണ് അവരുടെ നാശം അടുത്തു വന്നു എന്നറിയുന്ന യേശു ഈ ജെറൂസലേമിൽ നോക്കി വിലപിക്കുകയും ചെയ്യുന്നു. അന്ന് ജെറൂസലേമിനെ നോക്കി വിലപിച്ചവൻ ഇന്ന് നമ്മെ നോക്കി വിലപിക്കുന്നുണ്ട്. നമ്മുടെ ദിനങ്ങളിലെ ചെയ്തികളെ ഓർത്ത് ഈശോ വിലപിക്കുന്നുണ്ടാവും. ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് ലോകമെങ്ങും ഞെരുക്കപ്പെടുന്നു. പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയുള്ള അന്യായമായ വിധിവാചകം, അവർ അനുഭവിക്കുന്ന വിശപ്പും ദാരിദ്ര്യവും, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും യുവതലമുറയെ മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളാക്കുന്നതുമായ സംഭവങ്ങളെ ഓർത്ത് ദൈവം ജെറൂസലേമിൽ നോക്കി വിലപിച്ചതുപോലെ ഇന്നും അവൻ നമ്മളെ നോക്കി വിലപിക്കുന്നുണ്ട്. മനുഷ്യരുടെ ദുഷ്പ്രവൃത്തി കാരണം ലോകത്ത് സമാധാനം നഷ്ടമായിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്ത് ഈശോ പറയുകയാണ്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മത്സരിച്ചാണ് യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും ശേഖരിക്കുവാൻ സമ്പത്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ അന്നാട്ടിലെ മക്കൾ ദരിദ്രനാരായണന്മാരായി തീരുന്ന കാര്യം രാഷ്ട്രതലവന്മാർ അറിയുന്നുമില്ല. അറിഞ്ഞാൽ തന്നെയും അതിനെ മതിലുകെട്ടി മറയ്ക്കുന്ന സമ്പ്രദായമാണ് ഇന്നത്തെ നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. അതിനാൽ തന്നെ ജനങ്ങളിൽ സമാധാനം നഷ്ടമാവുകയും ഭീതി ഉളവാവുകയും ചെയ്യുന്നത്. അനേകം പ്രാവശ്യം സമാധാനത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടും സമാധാനം സ്ഥാപിക്കുവാൻ കഴിയാതെ പോയത് നേതാക്കന്മാരുടെ സ്വാർത്ഥ മനോഭാവമായിരുന്നു. തങ്ങളുടെ അധികാരങ്ങൾക്കും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയുമല്ല ചർച്ചകൾ നടത്തേണ്ടിയിരുന്നത്. മറിച്ച് ജനങ്ങളുടെ നന്മയും അവരുടെ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ചർച്ചകൾ നടത്തുവാനും. അത് എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ അവിടെയൊക്കെ സമാധാനവും ഇല്ലാതായിരിക്കുന്നു. യേശു ഈ ഒരവസ്ഥയെ നോക്കിയാണ് പറയുക, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിനങ്ങളെങ്കിലും നീ തിരിച്ചറിഞ്ഞുവെങ്കിൽ നീ എന്നേ മാനസാന്തരം പ്രാപിക്കുമായിരുന്നു. ലോകം മുഴുവനുമുള്ള ജനതകൾക്ക് സമാധാനം സംജാതമാകുവാൻ, ഏറെ പ്രത്യേകിച്ച് കൊറോണ മഹാമാരിയിലൂടെ ഭീതിയിൽ കഴിയുന്ന മക്കൾക്ക് സമാധാനവും ആരോഗ്യവും ലഭിക്കാനുള്ള കൃപയായിച്ചുകൊണ്ട് നമുക്ക് ബലി തുറന്നർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാഴ്ചയുമായി വന്നിടാം ഞാൻ നിൻ തിരുസന്നിധിയിൽ, അർച്ചനയായി നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. കാഴ്ചയുമായി വന്നിടാം ഞാൻ നിൻ
നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. ഈ അപ്പവും ഈ വീഞ്ഞിതും തൻ രക്തമാംസങ്ങളാ. ഈ അപ്പവും ഈ വീഞ്ഞിതും തൻ രക്തമാംസങ്ങളാ. തീരുവാൻ നിത്യം മാറ്റുവാൻ കാൽവരിയാഗമായി സ്വീകരിക്കൂ ഈ നേർച്ചകളെ, അങ്ങതിനെ തീർത്തരുൾക. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സസ്യങ്ങളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമപ്രാഭവത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന കാഴ്ചദൈവങ്ങൾ ഭക്തിയാദരത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ സുസൈപ്പാക്കി മെത്രാപ്പൊലിത്തയോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തു നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ ജോസഫ് വി ഗോമസ്, ജോസഫിൻ ജെ മസ്കറിൻ, ആഗ്നസ് ഗോമസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മകളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും
ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആരോപിക്കടുത്ത ദിവ്യകാരണ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വിരൽ തുമ്പൊന്നു തൊട്ട ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പൊന്നു തൊട്ട ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാകുമെൻ ഹൃദയം. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവിടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയം